സൗദി അറേബ്യയിൽ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് 14,970 പേർ. രാജ്യത്തുടനീളം സുരക്ഷാ സേന നടത്തിയ സംയുക്ത പരിശോധനകളാണ് ഇത്രയും പേർ പിടിയിലായത്. അതിർത്തി വഴി അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 1000-ലധികം പേരും ഇതിൽ ഉൾപ്പെടുന്നതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ജൂലൈ 16 മുതൽ ജൂലൈ 23 വരെയുള്ള കാലയളവിൽ നടത്തിയ പരിശോധനയിലാണ് 14,970 നിയമലംഘകർ പിടിയിലായത്. ഇതിൽ 7,437 പേർ ഇഖാമ നിയമലംഘകരും 3,542 പേർ തൊഴിൽ നിയമലംഘകരും 3,991 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവരുമാണ്. രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച 1,626 പേരെയും സുരക്ഷാസേന പിടികൂടി. ഇതിൽ 62% എത്യോപ്യക്കാരും 37% യമനികളുമാണ്. കൂടാതെ നിയമവിരുദ്ധമായി രാജ്യം വിടാൻ ശ്രമിച്ച 3 പേരും നിയമലംഘകർക്ക് അഭയവും താമസവും യാത്രാ സൗകര്യവും ഒരുക്കി നൽകിയ 18 പേരും അറസ്റ്റിലായിട്ടുണ്ട്. നിലവിൽ 28,557 പുരുഷന്മാരും 1,989 സ്ത്രീകളും ഉൾപ്പെടെ 30,546 വിദേശികൾ നിയമ നടപടികൾ നേരിടുകയാണ്. ഇതിനകം 13,251 പേരെ നാടുകടത്തി. യാത്രാരേഖകൾ ലഭ്യമാക്കാനായി 17,747 പേരെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. 6,113 പേരുടെ യാത്രാ ബുക്കിംഗുകൾ പൂർത്തിയായതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അനധികൃതമായി ആളുകളെ രാജ്യത്തേക്ക് കടക്കാൻ സഹായിക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. ഇവരുടെ വാഹനങ്ങളും സ്വത്തുക്കളും കണ്ടുകെട്ടുകയും ചെയ്യും. നിയമലംഘനങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ 911 എന്ന നമ്പരിലും മറ്റു മേഖലകളിൽ 999 അല്ലെങ്കിൽ 996 എന്ന നമ്പരിലും അറിയിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. റിപ്പോർട്ടർ, റിയാദ്.